ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഉൽപ്പത്തി പുസ്തകം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും എന്ന് അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 13-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനോടൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. ഒന്നിൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. കണ്ടോ, കൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഭാവം അബ്രാമിനുണ്ട്. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ച് അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിലും ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിലും ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാൻ നദിക്കരികെയുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദം വരെ കൂടാരം നീക്കി അടിച്ചു. സ്വതനിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാഭാവികളുമായിരുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് വരൽ ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് തിടുകയും കുറയുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ലോത്തും അബ്രാമും ഒരുമിച്ചായിരുന്നു. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതായെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. പണ്ട് കായ്ക്കതയോടെ സ്നേഹിക്കുന്ന സഹോദരന്മാരും കുടുംബങ്ങളൊക്കെ അല്പമൊക്കെ പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ സഹോദരന്മാർ തമ്മിലും പോട്ടിയായി തുടങ്ങിയപ്പോൾ അല്ലേ. പക്ഷേ ഒരു കുടിലിൽ ഒരുമിച്ച് ജീവിച്ചോളെ കഞ്ഞിയും മറ്റും കുടിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. സ്വല്പം പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാണ്ടായി. എത്രയോ സഹോദരന്മാരാണ് കൂടെ പുറപ്പെടാം. അപ്പം അങ്ങനെ അല്ലേ, സഭകളിലും അങ്ങനെയല്ലേ. ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയ വരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ വിശ്വാസം വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഉപവസിക്കുന്നു, ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് പോകുന്നു. ഇപ്പോൾ വന്ന് എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴേ അവർക്ക് സ്വന്തം വണ്ടിയായി, ആരും മൈൻഡ് ചെയ്യാതെ ആയി അല്ലേ. ചില സഭയിൽ തന്നെ ചില മൂലകളൊക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, ചില കസറുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരവിടെ പോയി ഇരിക്കും, അറിയാൻ അവിടെ എഴുന്നേറ്റ് പോരും. പഴയ കൂട്ടായ്മ, ബന്ധമോ സ്നേഹമോ സഹകരണമൊന്നും ഇല്ലാതായി കഴിഞ്ഞു. അബ്രാഹാം ലോത്ത് തമ്മിൽ ബഹളമുണ്ടായി. അവിടെ അബ്രാഹാം വളരെ സമാധാനകാംക്ഷിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇടത്തോട്ട് പോകണമെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, അല്ല നീ വലത്തോട്ടാണോ പോകണം, ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അബ്രാഹാം ഒരിക്കലും പറഞ്ഞില്ല ഇത് എനിക്ക് എൻ്റെയാണ്, ഇതെനിക്ക് വേണം എന്ന് പിടിച്ചു വയ്ക്കാൻ നിന്നില്ല. മറ്റവനെ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കും. അവൻ വിട്ടു പോയതിനു ശേഷം ദൈവം പറഞ്ഞു, അബ്രാഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഏറ്റു പറഞ്ഞു, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, കടൽക്കരയിലെ പൊടിയെ നോക്ക്. നിനക്ക് എണ്ണാൻ കഴിയുമോ അവയെ? നിനക്ക് അവയെ എണ്ണാൻ കഴിയില്ല. അവയെ എണ്ണാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് അതുപോലെ സന്തതിയെ തരുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അവിടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. പക്ഷേ
ദൈവർക്ക് വാഗ്ദത്തം കൊടുക്കുക, നിനക്ക് ഞാൻ സന്ധിയത്ത് നൽകും. എണ്ണിക്കൂടാതെ പെരുപ്പമുള്ള സന്ധിയെ നിനക്ക് നൽകാനിടയായിത്തീരും. സാഹചര്യങ്ങൾ നോക്കി അനുകൂലമായ ഘടകമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദൂത് പറഞ്ഞവനല്ല നമ്മുടെ ദൈവം. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നിന്നോട് അവനൊരു ദൂതുണയും പറയും, അത് അനുഗ്രഹിക്കാമെന്നുണ്ടെങ്കിൽ അനുഗ്രഹിച്ച് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇന്നത്തെ പല പുള്ളികളും തൻ്റെ അമ്മാമ്മയുടെയും ഡ്രസ്സ് നോക്കിയും വീട് നോക്കിയും കാർ നോക്കിയും ദൂത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയും. എൻ്റെ ദൈവം അങ്ങനെയല്ല. എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് ഉവ്വ് എന്നുള്ളത് ഉവ്വ് എന്ന് തന്നെയാണ്. മുഖം നോക്കിയുള്ള ദൂതല്ല, സാഹചര്യം നോക്കിയ ദൂതല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അവൻ്റെ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകുകയില്ല. ഇന്ന് അനുഭവിക്കുന്ന കെടുതി ഏതുമാകട്ടെ, പ്രതിസന്ധികൾ ഏതുമാകട്ടെ, പ്രയാസങ്ങൾ ഏതുമാകട്ടെ, അവനെ മാനിക്കാൻ അവനെ വാഗ്ദത്തമാക്കിയാൽ നിശ്ചയമായി നീ അനുഗ്രഹം പ്രാപിക്കും. എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും അതൊക്കെ കർത്താവ് നിനക്ക് അനുകൂലമായി മാറ്റുവാനിടയായിത്തീരും. 14-1 വാക്യം. ശിനാ രാജാവായ അമ്രാഫേൽ, ലാസർ രാജാവായ അരിയോക്ക്, എലാം രാജാവായ കെദാർലായമേർ, ഖാദുകളുടെ രാജാവായ തിദാൽ എന്നിവരുടെ കാലത്ത് സോദൻ രാജാവായ ബേര, ഗൊമര രാജാവായ ബിർശ, ആത്മരാജാവായ ഷിനാബ്, സെബയോം രാജാവായ ഷമബേർ, സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോടുകൂടെ യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദാർലായമേരിനെതിരെ കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദാർലായോമേരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു. അസ്തരോത്ത് കർണയിമിലെ രഫായികളെയും ഹാമിലെ സൂസിരെയും ശവേക്കിരിയാത്തേമിലെ ഏമ്യരെയും ഷീർമലയിലെ ഹൊരേരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപ്പാരാന്മാരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന മിഷ്പാത്തിൽ വന്ന് അമോലിക്കരുടെ ദേശമൊക്കെയും ഹസസേൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സോദൻ രാജാവും ഗോമേര രാജാവും ആത്മരാജാവും സെബോയിം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദാർലാമയോർ ലാദികളുടെ രാജാവായ തീദാൽ, ഷിനാ രാജാവായ അമ്രാഫേൽ, ലാസർ രാജാവായ അരിയോക്ക് എന്നിവരോട് നേരെ പടനിർത്തി. 5 രാജാക്കന്മാരുടെ നേരെ നിര തന്നെ. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദൻ രാജാവും ഗോമര രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമരിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രാനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിൻ്റെയും ആനേരിൻ്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. സഹോദരനെ ബദനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിൻ്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവൻ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു. പിന്നെ സഹോദരനായ ലോത്തിനെയും സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. കണ്ടോ, ലോത്ത് പിരിഞ്ഞുപോയി, നല്ല ദേശമൊക്കെ തിരഞ്ഞെടുത്ത് പോയി. അവനൊരു പ്രശ്നമുണ്ടായപ്പോൾ അബ്രാം എന്ത് ചെയ്തെന്നറിയാവോ? പഴയ കഥകളൊന്നും ഓർത്തില്ല. ഒരുമിച്ച് ജീവിച്ചവനല്ലേ, ഇട്ടേച്ച് പോയവനല്ലേ, നല്ല ദേശം നേടി പോയവനല്ലേ, അവിടെ കിടന്ന് അനുഭവിക്കുന്നൊന്നും പറഞ്ഞില്ല. അവനൊരു കഷ്ടത ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവനെ സഹായിപ്പാനായി മനസ്സ് കാണിച്ച അബ്രഹാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടം വരുത്തിയവരോ കഷ്ടം വരുത്തിയവരോ നമ്മളെ ദ്രോഹിച്ചവരോ ഒക്കെ ഒരു പക്ഷേ എന്തെങ്കിലും കഷ്ടതയിലേക്ക് അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കാതെ അവരോട് പ്രാർത്ഥിക്കുവാനും കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും നമ്മൾ ഉത്സാഹികളായിരിക്കണം. ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അവരുടെ കഷ്ടതയിൽ നമ്മൾ സന്തോഷിപ്പാൻ പാടില്ല. അടുത്തത്, അവൻ കെദോർലായോമേരിൽ കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന
ശവതോൾ വരെ അവൻ എതിരേറ്റ് ചെയ്യുന്നു. ശലോൻ രാജാവായ മൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രാം സകലത്തിലെന്ന് ദശാംശം കൊടുത്തു. സോദൻ രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ അബ്രാം സോദൻ രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ വരാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, എസ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളെ ഓഹരി എടുത്തു കൊള്ളട്ടെ. കണ്ടോ അബ്രാമിൻ്റെ മറ്റൊരു ഗുണവശം കണ്ടോ? അവൻ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നതായിരുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു ഉള്ളതല്ലാതെ മറ്റൊരാളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ വസ്തുവകൾ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലക്കാരെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വിളിച്ചവൻ ദൈവമായതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ കൂട്ടായ്മ കാണിക്കും, നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഒരുത്തിനെ മുഖഭാഷ നോക്കി ശുശ്രൂഷിക്കാനോ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ട് അവനിഷ്ടപ്രകാരം മുന്നോട്ട് പോകാനൊന്നും ചിന്തിക്കരുത്. വിളിച്ചവൻ ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുക, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കുക, ദൈവാത്മാവിനെ കീഴ്പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. നമ്മളെ വിളിച്ച ദൈവമായതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് നാളുകളിൽ സാക്ഷ്യം പറയുമാറ് ദൈവം തന്നെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തും. മറ്റൊരാളെന്നെ സഹായിച്ചു, മറ്റൊരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു, അതല്ല, ദൈവത്താൽ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാകുമെന്നുള്ള വിശ്വാസം മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 15-ാം അധ്യായം. അതിനുശേഷം അബ്രാഹാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ അബ്രാം, കർത്താവായ യഹോവയെ നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമശ്കേക്കാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസനെ നിൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകുകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ നിൻ്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. ഈ ആകാശത്തെ നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അവനോട് തൻ്റെ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു, നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. കേട്ടോ, ദൈവമാരുടെ തൻ്റെ ഭക്തന്മാർക്ക് പരിചയമാണ്. ശത്രുക്കൾ മുറിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, വേദനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തടസ്സം നിൽക്കുന്ന പരിചയമായി ദൈവം തന്നെ ഭക്തന്മാർക്ക് മാറുകയാണ്. മാത്രമല്ല, നമുക്ക് എന്ത് കിട്ടുന്ന ആൾക്കാർ ചോദ്യം പറയാൻ കഴിയും, നമ്മളെ പ്രതിഫലം ദൈവമാണെന്ന് പറയാൻ കഴിയണം. ദൈവത്തേക്കാൾ വലിയ നന്മയൊന്നുമില്ലല്ലോ, ദൈവത്തേക്കാൾ വലിയ പ്രതിഫലമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറ, എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവമാണ്. ഞാൻ സേവിക്കുന്നത് കൊണ്ട്, ഞാൻ ആരാധിക്കുന്നത് കൊണ്ട്, അവനെ അനുസരിക്കുന്നത് കൊണ്ട്, അവന് വില ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രതിഫലം ദൈവമാണ്. കർത്താവിങ്ങളുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ലാതെ മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവീനെന്നാണ് അപ്പോസ്തലൻ പൗലോസ് കുരുന്നിൽ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പ്രതിഫലം നമ്മുടെ ദൈവമാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലമല്ല നമുക്കുള്ളത്, എന്നും നിലനിൽക്കുന്ന പ്രതിഫലമായതുകൊണ്ട് നമുക്കതിനുവേണ്ടി ഉത്സാഹം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇവിടെ അസാധ്യങ്ങളെ നോക്കിക്കൊണ്ട് അബ്രഹാം ലഭിക്കുമ്പോൾ അസാധ്യങ്ങളെ അനന്ത സാധ്യതകളിലേക്ക് നയിക്കുന്ന കർത്താവ് പറയുക, കുഞ്ഞെ, നീ ഇപ്പോൾ ഇത് കാണുന്ന സാഹചര്യമൊന്നും അല്ല അതിൻ്റെ അവസ്ഥ. ഇതിനപ്പുറമായിട്ട് ഞാൻ തന്നെ അതിരുകളില്ലാതെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാം പറയും, കർത്താവ്, എനിക്ക് അനുഭവം വേണ്ട യാതൊരു ഘടകങ്ങളുമില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാം. അല്ല, നിനക്ക് വേണ്ടി ഞാനൊരു അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. നിൻ്റെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നിൻ്റെ അവസ്ഥകൾ ഏതുമാകട്ടെ, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിനക്ക് ചില വഴികളെ തുറക്കും. നിശ്ചയമായി നീ അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ട് മനസ്സ് മടക്കരുത്, നിരാശപ്പെട്ടു പോകരുത്.
ദൈവത്താൽ അവസരങ്ങളിൽ അവരുടെ മാറ്റം വരുന്ന വിശ്വസിക്കുന്ന കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൽ വിശ്വസിച്ചു, അവന് നീതിയെ കണക്കിട്ടു. പിന്നെ അവനോട് ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു യഹോവയെ ഞാനാകുന്നു അരുളി ചെയ്തു. അബ്രാമേ, നിന്നെ വിളിച്ചതിന് വേണ്ടിയിട്ടാ ദേശം നിനക്ക് കൈവശമായി തരുവാനാ. എന്തെല്ലാം യുദ്ധമുണ്ടായാലും, എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും, എന്തെല്ലാം പ്രയാസമുണ്ടായാലും നിന്നെ വിളിച്ചതിന് പോലെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പതിലെ ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ നമ്മെ വിളിച്ചതിന് പോലെ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ചിലതെല്ലാം തന്ന് നമ്മെ മാനിപ്പാൻ, ചിലതെല്ലാം നമ്മെ അനുഗ്രഹിപ്പാൻ, ശുശ്രൂഷകളെ മാനിപ്പാൻ, കൂട്ടിനും കൂട്ടായ്മയ്ക്ക് ആത്മക്കളെ നൽകുവാൻ, അതേ നമ്മളുടെ ആവശ്യം കൂടി നമ്മളോട് നമ്മെ സഹായിപ്പാൻ നമ്മൾ വേർതിരിച്ചിരിക്കുക. നമ്മളൊന്നും കാണുന്ന യുദ്ധങ്ങളൊന്നും കാര്യമല്ല. ദൈവത്തിന് വിളിച്ചിട്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ പദ്ധതി നിറവേറും. ഓർമ്മ കൊണ്ടാകട്ടെ. നമ്മളതായിട്ട് വായിക്കുമ്പോൾ കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കും എന്നുള്ളതിന് എനിക്ക് എന്തെന്നല്ല അറിയാം എന്ന് ചോദിച്ചു. അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കൊലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവായി പിളർന്ന് ഭാഗങ്ങൾ നേരെ വെച്ച് പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലിന്മേൽ റാഞ്ചനും പക്ഷികളെ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമൻ ഒരു കടന്നിര വന്നു. ഭീതിയും ദുതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടുകൂടെ നിന്റെ പിതാക്കന്മാരോട് കൂടെ ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമൂര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ചിട്ട ശേഷം ഇതാ പുകയുന്ന തീച്ചുള ആ ഭാഗങ്ങൾ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്ര നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, ഗത്മൂന്യർ, ഹിത്യർ, ഫെരീസ്യർ, റെഫയമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗിഷ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നത് അരുളി ചെയ്തു. ഒരുവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അനേക നന്മകൾ അവനിലേക്ക് ഒഴുകുവാനിടയായിത്തീർന്നു. അനേക സ്ഥലങ്ങൾ, ഇടങ്ങൾ അവകാശമായി ലഭിക്കേണ്ടതായിത്തീർന്നു. നിന്റെ അനുസരണം നിന്നെ പലതിനും ഉടമയാക്കുമെന്ന് മനസ്സിലാക്കണം. വില കൊടുത്ത് ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടക്കച്ചവടമായി തീരുകയില്ല. നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ചില നന്മകളെല്ലാം പ്രായപ്പാൻ ഇടയായിത്തീരും. ചിലതിന് അവകാശമാക്കും. ഒന്നും ഇതുവരെ ലഭിച്ചില്ല, നമ്മൾ നിരാശപ്പെടേണ്ടി പോകേണ്ട ആവശ്യമില്ല. അവനാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചെങ്കിൽ, ശബ്ദം കേട്ടവൻ അനുഗമിച്ചെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് കർത്താവിൻ്റെ പക്കൽ ചില നന്മകളെ ഏൽപ്പിക്കുന്നവയെ കൈവശമാക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹിപ്പം കർത്താവ് പിന്നെ നിന്നെ സഹായിക്കുമാറാകട്ടെ. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിസ്രൈമി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്കൊരു മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു. അബ്രാം കനാൻദേശത്ത് പാർത്തു 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈം ദാസിയായ ഹാഗറിനെ തന്നെ ഭർത്താവായ അബ്രാമിന് ഭാര്യയെ കൊടുത്തു. അവൻ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചെന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി. അവൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസി നിന്റെ മറുപടി തന്നു, എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണിന് നിന്നതയായി. യഹോവ എനിക്ക് നിനക്ക് ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, എൻ്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ടു ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരൂരിൻ്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരൂരിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായി തീരും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് നീ ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം എന്നും. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്നരുളി ചെയ്തു. എന്നാലേ അവൾ എന്നെ കാണുന്നവനെ
ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോടുകൂടെ ചെയ്ത അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹായിരോയി എന്ന് പേരായി. അത് കാദേശിനും ബെരേദിനും മധ്യേ ഇരിക്കുന്നു. പിന്നെ ഹാഗർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗർ അബ്രാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഈ 16 അധ്യായം നോക്കിയാലേ ഒരു പ്രശ്നമുണ്ടാകുന്നു. വീണ്ടും അവരുടേതായ പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. ആ പരിഹാരം അവർക്ക് വിനയാകുന്നു. ആ വിനയായതിൻ്റെ പേരിൽ ഹാഗറിനെ ദണ്ഡിപ്പിക്കുന്നു. ഹാഗർ അവിടെ വിട്ട് ഓടിപ്പോകുന്നു. ഓടിപ്പോകുന്ന ഹാഗറിന് ദൂതൻ പ്രത്യക്ഷനാകുന്നു. ഹാഗറിനോട് പറയുകയാണ്, നീ എവിടേക്കാണ് പോകുന്നത്? നീ വീണ്ടും സാറയുടെ വീട്ടിൽ പോയിട്ട് കീഴടങ്ങിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, കഷ്ട സഹിക്കാൻ പറ്റാതെ ഈ പുള്ളിക്കാരി ഓടിയത്. ഈ സാറ കഠിനമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ തന്നെയാണല്ലോ ഹാഗർ അവിടെ വിട്ട് പോയത്. ഒരു പരിധിവരെ ഹാഗറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഹാഗറിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായതുകൊണ്ട് ഹാഗറിനെ ദൈവം തിരിച്ച് സാറ പറഞ്ഞയക്കുക. അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ ഹാഗറിനോട് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട് ദൈവം. ഹാഗർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോലോ. മിസ്രൈമ്യദാസിയൊക്കെ ആണെങ്കിലും ആ പുള്ളിക്കാരി ദൈവത്തെക്കുറിച്ച് ചെറിയ ബോധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അബ്രാമിനെ വീട്ടിൽ ജീവിച്ചതിൻ്റെ പേരിൽ കിട്ടിയത് ബോധ്യമായിരിക്കാം. എന്നെ എൻ്റെ ദൈവം കാണുന്നുള്ളതായ ബോധ്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ബോധ്യം ഉണ്ടാകണം. ദൈവം നമ്മെ കാണുന്നുണ്ട്. നമ്മൾ കാണുന്നു പറയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെ കാണുന്നു, നമ്മുടെ വേദനകളെ കാണുന്നു, നമ്മുടെ നിരാശകളെ കാണുന്നു, നമ്മുടെ നെടുവീർപ്പുകളെ കാണുന്നു, നമ്മുടെ തെറ്റുകളെ കാണുന്നു, നമ്മുടെ വീഴ്ചകളെ കാണുന്നു, പരാജയങ്ങളെ കാണുന്നു. ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ വീഴ്ചകൾ, പരാജയങ്ങൾ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ ദൈവത്തിന് നിന്ന് കോപത്തിന് പാത്രമായി തീരും, ശിക്ഷ കിട്ടും. മറുവശം ഇത് നമ്മുടെ സങ്കടങ്ങളെ കാണുന്നതുകൊണ്ട്, നമ്മുടെ വേദനകൾ കാണുന്നതുകൊണ്ട് അവനിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ നിശ്ചയമായിട്ട് അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. അവസരകൃത മാറ്റം വരുത്തും. ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കത് ഉൾക്കൊള്ളുവാനായിട്ട് ഭയങ്കര മടിയുണ്ടെന്ന് തോന്നേക്കാം, അല്ലേ? ഒരല്പം ആശ്വാസത്തിന് വേണ്ടി ഓടിപ്പോയതായ ഈ ഹാഗറിനോട് നീ വീണ്ടും അവിടെ തിരികെ ചെന്ന് അടങ്ങിപ്പാർക്കാന്ന് പറയുന്ന പോലെ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മൾ ചില കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്ക് വഹിക്കാൻ കഴിയാതെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇട്ടച്ച് പോകുന്നത്, ചില മിനിസ്ട്രി, ചില ശുശ്രൂഷയ്ക്ക് ആരംഭിച്ചതിന് ശേഷമായിട്ട് ഇട്ടച്ച് പോകുന്നത് കൊണ്ടാണ്. കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല, യാതൊരു മുഖാന്തരം കാണുന്നില്ല, അപ്പോൾ നിൽക്കുവാൻ ആരെയും കാണുന്നില്ല, കുടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും കാണുന്നില്ല, സഹായിക്കുന്ന ആരെയും ഇട്ടച്ച് പോകുന്നു തോന്നും. അപ്പോഴേ പുറകെ ദൈവം ഓടി വരും. നിർത്തരുത്, തുടരണം. ഒരുപാട് പ്രാവശ്യം ഞാൻ പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ട് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. അപ്പോൾ ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിക്കും. അപ്പം നിങ്ങളോട് ഞാൻ ദൂത് പറഞ്ഞ പോലെ ശ്രദ്ധ പറയും, തുടരണം, നിർത്തരുത്. എന്താ കാരണം? ഒരു കാര്യവും തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് വേണ്ട ദൈവം ഒന്നും ആരംഭിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ആരംഭിച്ചപ്പോൾ നമുക്കൊരു ഗൈഡൻസ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ അതിനൊരു പൂർത്തീകരണമുണ്ട്, അവിടുത്തെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അവിടെ വില കൊടുക്കേണ്ടി വന്നാലും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും, ഇന്ന് സഹിക്കേണ്ടി വന്നാലും, പരിഹാസം സഹിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നിലകൊള്ളണം, അല്ലെ? പൂർത്തീകരണത്തിനായിട്ട് നിലകൊള്ളണം. ആ ഹാഗറിൻ്റെ ഒരു അനുസരണം നോക്കി തിരികെ ചെന്ന് കഴിഞ്ഞാൽ നിന്നയാണെന്നും പരിഹാസമാണെന്നും ഉപദ്രവമാണെന്നും ഒക്കെ നല്ലോണം അറിയാം. എന്നിട്ടും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ആ ഒരു അടിമ പെൺകുട്ടി തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ ഏൽപ്പിച്ചു. അതിനുള്ള ഗമനത്തിൽ കഷ്ടത കയറുന്നപ്പോൾ ഇട്ടേച്ച് പോയിട്ടില്ലേ നമ്മൾ പലരും? പലതും വേണ്ടെന്ന് വെച്ചില്ലേ? ആ മിസ്രൈമ്യദാസിയായ ഹാഗർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മടങ്ങിപ്പോയ പോലെ നമ്മുടെ ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലാം, നമ്മുടെ തീരുമാനങ്ങൾക്ക് മടങ്ങിച്ചെല്ലാം, നമ്മുടെ സമർപ്പണങ്ങൾക്ക് മടങ്ങിച്ചെല്ലാം.
ഒന്നും ഏൽപ്പിച്ച ശേഷം ജീവനെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ സമർപ്പിച്ച ദൈവത്തിൽ ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു, ഞങ്ങളുടെ മക്കൾ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. എന്നാൽ അതിനുള്ള ഗമനത്തിൽ പ്രതിബന്ധങ്ങളുണ്ടായപ്പോൾ, തടസ്സങ്ങളുണ്ടായപ്പോൾ, കഷ്ടമുണ്ടായപ്പോൾ കർത്താവെ ഞങ്ങളത് ഉപേക്ഷിക്കുകയോ ഇട്ടേച്ച് പോവുകയോ ചെയ്തിട്ടുണ്ട്. കർത്താവ് ക്ഷമിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ആയുസ്, ഇതൊന്ന ദൗത്യം, ആ ദർശനം അതിനെ പൂർത്തീകരണത്തിന് വേണ്ടി ഉത്സാഹിപ്പാണ് കൃപ നിങ്ങൾ നൽകപ്പെടുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടുത്തേക്കുള്ള നീ അനുഗ്രഹിക്കണമേ. അദ്ദേഹം നീ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖാന്തരങ്ങളും നീ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ കേട്ടതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ ഉറച്ചു നീക്കുവാൻ, സമർപ്പണങ്ങൾ ഉറച്ചു നീക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമ്പോഴാണമേ. എല്ലാവരും ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ചോദിച്ചാൽ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.